ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മളെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം എത്നിക് വെയർ തന്നെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. എനിക്കിഷ്ടവും അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ അഫോർഡബിൾ റേഞ്ചിലുള്ളത് കാണിക്കാൻ പോണത്. അപ്പോൾ എപ്പോഴും എല്ലാ മാസം സെയിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് എന്താ സെയിൽ എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ആമസോൺ തുറന്നാൽ അപ്പം കാണാം സെയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ. അപ്പോൾ ഈ ഒരു കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇത് വരുന്നത്. എനിക്കിതിൻ്റെ നെക്കിൻ്റെ വർക്ക് ഡിസൈനാട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. ഇങ്ങനെ ഒരു വി ഇങ്ങനെ പോയിട്ടുള്ള ഒരു, പിന്നെ ഫുൾ എംബ്രോയ്ഡറി ആണ്. വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റോ ഒന്നും വരാൻ ഒരു ചാൻസ് ഇല്ല. പിന്നെ പോരാത്തതിന് തുണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളിസ്റ്റർ ആണ്. ഒരു കേടും വരില്ല കേട്ടോ ഈ ഒരു തുണിക്ക്. ഇനി ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് നമുക്ക് ഒരു എ-ലൈൻ സ്റ്റൈലാണ്. നടുക്കിൽ ഇങ്ങനെ ഒരു ഫ്രിൽ ടൈപ്പായിട്ട് യോക്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിലും 3/4 ആണ്. അതിൽ നമുക്ക് ഈ ഒരു എൻഡ് പോർഷനിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് പാൻറ്റ് സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണ് ഇത് വരുന്നത്. പിന്നെ അഫ്കോഴ്സ് 3 പീസ് ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ദുപ്പട്ട നാസ്മിൻ്റെ ദുപ്പട്ടയാണ്. അതിലും സൈഡിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ മേടിച്ചത് 1000 ഉള്ളിലുള്ള റേഞ്ചാണ്. 900 ആൻഡ് സംതിങ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഞാൻ സെയിലുള്ള സമയത്ത് മേടിച്ചിട്ടുള്ളതാണ്. അല്ലാത്ത സമയം ഇതിൻ്റെ റേറ്റ് കൂടും. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കോട്ടൻ്റെ സെറ്റാണ് കേട്ടോ. എടുക്കുമ്പോഴും നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ പറഞ്ഞാൽ ടോട്ടലി കംഫർട്ടബിൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇനി ഇതൊരു സ്ട്രേറ്റ് ഫിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ്. ടോപ്പ് അതിൽ കാന്തേര വർക്ക് വന്നിട്ടുണ്ട്. യോക്കിൻ്റെ സൈഡിൽ ചെറിയ സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 2 ഷെയ്ഡ് ഉണ്ട്. ഇതിന് മുന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളറ്. ഇതൊരു റസ്റ്റ് ഓറഞ്ച് ആ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ മറൂണിൽ പെടുമോ ചോദിച്ചാൽ മറൂണിൽ പെടില്ല ടോട്ടലായിട്ട്. എന്തായാലും ഒരു ഈ കളർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ റസ്റ്റ് ഓറഞ്ച് ആ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. പിന്നെ സൈഡിൽ കട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ്. ഓവറോൾ നല്ല പ്രിൻ്റാണ് വരുന്നത്. ഈ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും കാലാകാലം ട്രെൻഡായിട്ടുള്ളൊരു പ്രിൻ്റാണ്. പിന്നെ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡിൽ ചെറുതായിട്ട് പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പെയർ ചെയ്യാനായിട്ടുള്ളൊരു പാൻറ്റ് നോർമൽ സെയിം കോട്ടൻ്റെ പ്രിൻറ്റഡ് പാൻറ്റാണ് വരുന്നത്. സൈഡിൽ പോക്കറ്റ് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല കേട്ടോ. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് ടോട്ടലി കംഫർട്ടബിൾ റെക്കമെൻഡ് പീസാണ്. കലോസിയ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കുർത്തി സെറ്റാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി നമുക്ക് ചെറിയ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസാണ്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടപ്പോൾ തന്നെ ആ ഒരു പാറ്റേൺ കണ്ടപ്പോൾ തന്നെ പിന്നെ വേറൊരു കളർ കൂടി മേടിക്കണം അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു കളറാണ്. ഇതിലൊരു 4-5 ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു നമുക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ യോക്ക് വരുന്നത് കുറച്ച് എംബ്രോയ്ഡറിയുടെ വർക്ക് ഡീറ്റെയിലിംഗ് സ്വീക്വൻസ് വർക്ക് ഡീറ്റെയിലിംഗ് ഇതൊന്നല്ല ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതാ ഈ സൈഡിൽ ഈ ഫ്ലീറ്റ് വർക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 2 സൈഡിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ടമ്മിയൊക്കെ നല്ല ഹൈഡായിട്ട് കിടക്കും. വലിയ കുഴപ്പമില്ല, ലൂസായിട്ട് ഫിറ്റിങ് കിടക്കും. അങ്ങനെ വലിയ എന്താ പറയുക ഷേപ്പ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചില്ല. ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളി പാറ്റേൺ അല്ല. പിന്നെ ഫുൾ സ്ലീവും കൂടിയാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഇതിന് കൂടെ പാൻറ്റ് ഉണ്ട്. പാൻറ്റ് സെയിം കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. സെയിം ഒരു ആങ്കിൾ ലെങ്ത് ടൈപ്പായിട്ട് വരുന്നത്. പിന്നെ ഓവറോൾ ഇങ്ങനെ ഒരു പ്രിൻറ്റിൻ്റെ ദുപ്പട്ട ഒരു റയോൺ മെറ്റീരിയൽ ആട്ടോ. അങ്ങനെ റയോൺ എന്ന് പറഞ്ഞാൽ അത്ര നല്ല റയോണും അല്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത റയോണ്. പക്ഷേ ദുപ്പട്ടയിലൊന്നും അല്ല. എനിക്ക് ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ മാത്രമാണ് എനിക്കിഷ്ടം. ഇത് കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ്. പിന്നെ ചൂട് എടുക്കുമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊരു ചൂടുണ്ട്. അന്ന് വലിയ കുഴപ്പമില്ല. നമുക്ക് കാലാവസ്ഥയ്ക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. പാറ്റേണിലാണ് ഞാൻ ഫ്ലാറ്റ് ആയത്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ റേറ്റ് തന്നെയാണ്. ഓൺലി 600 റുപ്പീസിന് എനിക്ക് ഈ ഒരു 3 പീസ് സെറ്റ് കിട്ടി. അതും സെയിൽ സമയത്ത് മേടിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു റേറ്റിന് കിട്ടുക. അല്ലെങ്കിൽ ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഓൺലൈൻ സൈറ്റാണല്ലോ എപ്പോഴും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. അതും 400 സംതിങ്ങിനാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ 500-ന്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള 3 പീസ് കളക്ഷൻ. പിന്നെ കളർ വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി ലെവൻഡർ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സൈഡ് സ്ലിറ്റാണ് വരുന്നത്. സ്ട്രേറ്റ് ഫിറ്റിൽ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രിൻറ്റ് പോയിട്ടുണ്ട്. ഈ പ്രിൻറ്റ് ഇനി വാഷ് ചെയ്യുമ്പോൾ പോവാൻ ചോദിച്ചാൽ അങ്ങനെ പോവാൻ ചാൻസ് കുറവ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിലിങ്. ഇനി ഇതിൻ്റെ നെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടുമ്പോൾ തന്നെ ആ ഒരു ദുപ്പട്ട ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. കാരണം സ്ലീവ് നമുക്ക് ഫുൾ സ്ലീവ് അല്ല 3/4 അല്ല, ഒരു മുട്ടിൻ്റെ അവിടെ വരെയൊക്കെയുള്ളത് ചെറുതായിട്ട് ഒരു പഫിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ടോപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റിൻ്റെ
1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ 2 സൈഡ് പോക്കറ്റ് വരുന്നത് കുറവാണ്, എപ്പോഴും 1 സൈഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടും കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ട കോട്ട ചെക്ക് മെറ്റീരിയൽ, പ്ലെയിൻ ദുപ്പട്ടയാണ്, എന്നാൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ സൈഡിലിങ്ങനെ ടെസൽസും കൂടി കൊടുത്തിട്ടുണ്ട്, അതെ അതിൻ്റെ ഇടയിൽ ഒരു അല്ല അപ്പോൾ ടെസൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 4-5 ഷെയ്ഡ് ഉണ്ട്. നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഷെയ്ഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൽ സൈസസ് ഉണ്ടോ, അതിൽ ഷെയ്ഡ്സ് അവൈലബിൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ സെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നോക്കാനായിട്ട് എപ്പിടിക്ക് നോക്കണം. ലിങ്കിൽ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സിംഗിൾ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിൽ പോയി കഴിഞ്ഞാൽ സൈസും കളേഴ്സും അതിൻ്റെ പാറ്റേണൊക്കെ സെയിം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതും ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ തന്നെയാണ്. ആക്ച്വലി ഇത് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നില്ല. കാണിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയാനായിട്ട് XXL സൈസാണ് വന്നിരിക്കുന്നത്. നല്ല ലൂസാണ് കേട്ടോ, ലോഹ ഇട്ട പോലെ ഇരിക്കുക, അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത്. ആക്ച്വലി ഇതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമല്ലോ, അതുപോലെ പാറ്റേണും നോക്കാമല്ലോ. ഞാൻ ലാർജാണ് ഓർഡർ ചെയ്തത്, പക്ഷെ വന്നത് XXL ആയി പോയിന്ന് മാത്രം. 3 പീസിൻ്റെ ആണ് കേട്ടോ. ഇതും അധികം റേറ്റ് ഒന്നുമില്ല. റയോൺ മെറ്റീരിയല്. ഇതിൻ്റെ വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ കാര്യങ്ങൾ വരുന്നത്. റയോൺ മെറ്റീരിയൽ നല്ല ടൈപ്പ് റയോൺ ആണ്. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് തന്നെ. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒറ്റ ഷെയ്ഡുള്ളൂ കേട്ടോ, വേറെ ഷെയ്ഡൊന്നുമില്ല. നടുക്കിലൊക്കെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇപ്പോൾ XXL സൈസ് ലാർജ് പറഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയത്. പിന്നെ പാൻറ്റും ഞാൻ പാൻറ്റ് ഇട്ടപ്പോൾ എന്താ നല്ല കംഫർട്ടബിൾ ഉണ്ടല്ലോ, നല്ല ഇടുമ്പോൾ സുഖമുണ്ടല്ലോ. പിന്നീട് മനസ്സിലായത് XXL ആണ്. ഇതൊക്കെ ഇടുമ്പോഴില്ലേ നല്ല ഒരു പലാസോ ഇടുന്നതിൻ്റെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പാൻറ്റ് വരുന്നത്. 1 സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഇങ്ങനെ മെൻഷൻ ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ്. പാൻറ്റിൻ്റെ ഒക്കെ ഇവിടെ തന്നെ XXLും 3XL ആണെങ്കിൽ 3XLും. പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. ഫുൾ പ്രിൻറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇതാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ നല്ല ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ലൂസായതുകൊണ്ട് നല്ല കോമഡി ആവണ്ടെന്ന് വെച്ചിട്ട് ഇട്ട് കാണിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ലാർജ് സൈസ് മതിയാവും. അപ്പോൾ ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ലാർജ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോസ്രിക്ക് ബ്രാൻഡ് എന്ന് വെച്ചാൽ അന്യ ഡിസൈനർ, ഇത് രണ്ടും ഒരു ബ്രാൻഡാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ 3 പീസ് കളക്ഷനാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളറായാലും മെറ്റീരിയലായാലും ഒക്കെ കൊണ്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിലും റീസണബിൾ റേറ്റിനാണ് നമുക്ക് കിട്ടിയത്. ജസ്റ്റ് 800-ന് 3 പീസിൻ്റെ കളക്ഷൻ. അതും കളർ ജസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ബ്രൗൺ മിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. നമ്മൾ റയർ ഷെയ്ഡ് നോക്കിയിട്ട് പിക്ക് ചെയ്തതാണ്. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് യോക്കിലൊരു ജസ്റ്റ് വി പോലത്തെ ഒരു കട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വീനക്കല്ല, വി പോലത്തെ ഒരു ഇത് വന്നിട്ട് പിന്നെ ഇവിടെ ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് കട്ടിൽ നമുക്ക് ഈ ആ ഒരു ദാമൻ്റെ പോർഷനിലും ആ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഇടുമ്പോൾ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റിൻ്റെ 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ട, അതിൻ്റെ മെറ്റീരിയൽ സാധാരണ എനിക്ക് ഗോസ്രിക്ക് ബ്രാൻഡ് അല്ലെങ്കിൽ അന്യ ഡിസൈനർ എന്നുള്ള ബ്രാൻഡിൽ ഇതുപോലെ ദുപ്പട്ട ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് മൽമൽ കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ. ഇത് ഈ മെറ്റീരിയൽ കിട്ടാറില്ല, എന്തോ ഭാഗ്യത്തിന് ഇത് കിട്ടിയാൽ തരും. പ്ലെയിൻ ആണ് കേട്ടോ സംഭവം. പൊളി, ഒന്നും പറയാനില്ല. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പോൾ ഗോസ്രിക്ക് ബ്രാൻഡാണ് കേട്ടോ അത്. ആമസോൺ ഗ്രേറ്റ് റിപ്പബ്ലിക് സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ് ടു 80% വരെ നമുക്ക് ഫാഷൻ കാറ്റഗറി ആയാലും ഇലക്ട്രോണിക്സ് ആയാലും എല്ലാത്തിലും എന്ന് വെച്ചാൽ ആമസോണിൽ മൊത്തത്തിൽ അങ്ങോട്ട് സെയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസം നടക്കുന്നത്. അതും 22 വരെയാണ്, ജനുവരി 22 വരെയാണ് സെയിൽ നടക്കണ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതുവരേക്ക് പോകണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് സെയിലുള്ള സമയത്ത് നോക്കിയിട്ട് ഫസ്റ്റ് ഡേ തൊട്ട് പിക്ക് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ ആമസോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ, എപ്പോഴാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടത് അപ്പോൾ തന്നെ പിക്ക് ചെയ്തോട്ടോ. 17-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22. അപ്പോൾ ആമസോൺ റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും റേറ്റ് കുറവുള്ള സമയത്തും നോക്കിയിട്ടൊക്കെ മേടിച്ചാൽ മതി. കയ്യിലുള്ള പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെയിലുള്ള സമയത്ത് എന്തായാലും റേറ്റ് കുറയും, അപ്പോൾ നോക്കിയിട്ട് മേടിച്ചാൽ മതിയിട്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ പ്രാവശ്യത്തെ കളക്ഷൻസൊക്കെ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അപ്പോൾ ആമസോണിൽ എങ്ങനെ ഷോപ്പ് ചെയ്യുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു തരാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.